കല്യാണത്തിന് വേണ്ടിട്ടല്ലേ? അപ്പം നമ്മള് ഡ്രസ്സിങ് അല്ല കല്യാണ പരിപാടികൾക്ക് തുടക്കമായി ആദ്യം തന്നെ അർഷിക്ക് ഡ്രസ്സ് എടുത്ത് തുടങ്ങാണ്. എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാൻ വേറെ വണ്ടിയിലാണ്, ബാക്കി എല്ലാവരും വേറെ വണ്ടിയിലാണ്. അപ്പം കാണാം. അങ്ങനെ എത്തവിടെ തന്നെ നമ്മൾ ഓരോ ഡ്രസ്സും ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർഷി രണ്ടെണ്ണം ഇടുമ്പോഴത്തേക്ക് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് റയാൻ കേക്കും കൊണ്ടുവന്നത്. മധുരം കുറച്ച് ഓവറായിക്കുന്ന ഒരു സംശയം ഉള്ളതുകൊണ്ട് മധുരം നിർത്തണമെന്ന് വിചാരിച്ചെങ്കിൽ ഗൈസ് ഇവരെന്നെ സമ്മതിക്കില്ല. ഇവർ കേക്ക് വാങ്ങി എനിക്ക് കഴിക്കാൻ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അതാ ഞാനും കൂടി എന്തൊക്കെയോ ആക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റയാൻ തരുന്നൊന്നുമില്ല, ഒരു വിധത്തിൽ ഒന്ന സോപ്പിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ ഡ്രസ്സ് നോക്കുകയാണ്. ഇതെടുത്തോളം അർഷി എല്ലാവരും പറയുന്ന ഡ്രസ്സ് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കൽ വളരെ ടാസ്ക് ആണെന്ന് ഇന്നത്തോട് എനിക്ക് മനസ്സിലായി. പക്ഷെ ഡ്രസ്സ് കിട്ടിയതില്ല. അതിൻ്റെ ഇടയ്ക്ക് ചോറുന്ന സമയപ്പോൾ നമ്മളിതാ പോവാണ്. അപ്പോൾ താഴെ സ്ഥലമല്ല, അപ്പം നമ്മൾ മുകളിലേക്ക് വന്ന് ഇത് നമ്മുടെ പുതിയ സാഗറാണ് കേട്ടോ. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കും. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാം. ഞങ്ങൾ കേക്ക് വന്നതിന് പകരം വീട്ടിലായി ഇവിടെ കേക്ക് വാങ്ങി. പക്ഷേ ഞങ്ങൾക്കൊരു പകരം വീട്ടില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരിട്ട് വെയിറ്റിങ്ങിലാണ്. ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ സാഗർ വന്നിട്ടുണ്ട്. കുറച്ച് നല്ല കേക്കാണ് ഗൈസ്. നമ്മൾ മാത്രമേ ഫോക്കസ് ആവുന്നുണ്ട്. എന്ത് ചെയ്യും നമ്മളിങ്ങനെ ആയാൽ ജീവിതമോ ഗൈസ്. അപ്പോൾ അങ്ങനെ നീണ്ട കാട്ടിനുള്ളിൽ നമ്മൾ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി എല്ലാവരും കൈകഴിക്കാണ്ട് ഞാൻ നേരത്തെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഡ്രസ്സ് കണ്ടിട്ട് വീണ്ടും നെക്സ്റ്റ് നമ്മൾ സുഹാനാസിൽ പോകാനാണ് വിചാരിക്കുന്നത് ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ റയാനും അമ്മാനും ഭയങ്കര കളിയിലാണ്. ഇവിടെ അർഷിക്ക് വേണ്ടിയുള്ള അടിയാണ് നടക്കുന്നത്. ഇതൊക്കെ ഇത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് സൂപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ സ്വീറ്റ് കോണാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ രസമില്ല, വലിയ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ബിരിയാണി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ സിത്തു അമ്മാനോട് ചെറിയൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സുഹാനാസ്. പിന്നെ പുറത്തിറങ്ങിയപ്പം ഫോട്ടോ സെക്ഷൻ തന്നെയാണ്. ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഫോട്ടോ എടുക്കലിന് നമ്മളൊരു കുറവും വരുത്താറില്ല. ഹിമാചലിൽ പോവാണ്. അപ്പൊ നമ്മള് പോയിട്ട് ആക്കി കൊടുത്തില്ല. തളർന്നു വർഷം അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ നോക്കി കിട്ടിയിട്ടില്ല. 2 എണ്ണം കണ്ടു വെച്ചിട്ടുണ്ട്, ഇനി അത് സെലക്ട് ചെയ്യണം. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് മുത്തിനോടുള്ള സ്നേഹപ്രകടനമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രകടനം മാത്രമാണ് ഇത് കാണുന്നത്.